ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ അല്ലെന്നുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ്സോ അവരുടെ ലൈഫ് ടൈമിൽ ജീവിതകാലം മുഴുവനും അവരുടെ സ്പെൻഡിങ്ങും സേവിങ്ങും എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഏതൊക്കെ വയസ്സിൽ ആണ് സേവിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് സേവിങ് അവസാനിക്കുന്ന ഏതൊക്കെ വയസ്സിലാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഹൈപ്പോത്തസിസ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. Life cycle hypothesis. The life cycle hypothesis (LCH) is an economic theory that explains how individuals plan their consumption and saving behavior. ഈ രണ്ട് കാര്യങ്ങൾ, ഇൻഡിവിജ്വൽസിന്റെ കൺസംഷൻ ബിഹേവിയറും സേവിങ് ബിഹേവിയറും ഓവർ ദെയർ ലൈഫ് ടൈം, അവരുടെ ലൈഫ് ടൈമിൽ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഈ തിയറി പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഫ്രാങ്കോ മൊഡിഗ്ലിയാനി ആൻഡ് റിച്ചാർഡ് ബ്രൂംബർഗ്. അതായത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 1950കളിലാണ് ഈ തിയറി രൂപാന്തരപ്പെട്ട് വരുന്നത്, ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കിതിന്റെ കോർ ഐഡിയ നോക്കാം. കോർ ഐഡിയ ഓഫ് ദ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, അതായത് പീപ്പിൾ ഡു നോട്ട് സ്പെൻഡ് ദെയർ ഇൻകം എക്സാക്ട്ലി ആസ് ദ ഏൺ ഇറ്റ്. അതായത് അവർ എത്ര ഇൻകം നേടുന്നു അത് അതുപോലെ ചിലവാക്കത്തില്ല. അവരെന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. എങ്ങനെ? ഇൻസ്റ്റെഡ്, പകരം ദേ എയിം ടു സ്മൂത്ത് കൺസംഷൻ ഓവർ ദെയർ ലൈഫ് ടൈം. അവരുടെ ആ ഒരു കൺസംഷൻ, അവരുടെ ലൈഫ് ടൈമിൽ അവരുടെ ആ ഒരു കൺസംഷൻ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ നോക്കും. എല്ലാം അങ്ങ് വാരി വലിച്ച് ചിലവാക്കാതെ കുറച്ച് സേവ് ചെയ്യാൻ നോക്കും. സ്പെൻഡിങ് ലെസ് വെൻ ഏണിങ് മോർ, അതായത് ഒരുപാട് ഏൺ ചെയ്യുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? സ്പെൻഡിങ് ഒന്ന് കുറയ്ക്കും. ബാക്കി എവിടേക്ക് പോകും? സേവിങ്ങിലേക്ക് പോകും. ആൻഡ് ഡ്രോയിങ് ഓൺ സേവിങ്സ് വെൻ ഇൻകം ഫാൾസ്, അവരുടെ ഇൻകം കുറയുമ്പോഴത്തേക്ക് ഈ നേരത്തെ സേവ് ചെയ്യലിൽ നിന്നും അവർ വിഡ്രോ ചെയ്ത് ചിലവാക്കും. ഓക്കെ, ലൈക്ക് ഇൻ റിട്ടയർമെന്റ്, അതായത് റിട്ടയർമെന്റ് സമയത്തൊക്കെയാണ് അവർ സേവ് ചെയ്ത് ഇൻകം ചിലവഴിക്കാൻ ശ്രമിക്കുന്നത്. അതൊക്കെ ഒരു ശരാശരി ഒരു മനുഷ്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി തന്നെയാണ്. ഇനി നമുക്കിതിലെ കീ സ്റ്റേജസ് നോക്കാം. കീ സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ. അല്ല, ഒന്നാമത് യൂത്ത് ആയിട്ടുള്ള, ചെറുപ്പമായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റേജ്. ഏർലി വർക്കിംഗ് ഇയേഴ്സ് ആണ്. അതായത് ജോലി കിട്ടി തുടങ്ങുമ്പോൾ ആ നാളുകൾ. ഓക്കെ, അപ്പോഴേ ലോ ഇൻകം ആയിരിക്കും. കൂടുതലും ഇത് ചെറിയ ഇൻകത്തിലുള്ള ജോലിയിലായിരിക്കും നമ്മൾ ചെറുപ്പത്തിൽ പ്രവേശിക്കുന്നത്, അല്ലേ? എക്സ്പീരിയൻസ് കുറവാണല്ലോ. അപ്പോൾ പീപ്പിൾ ആർ സ്റ്റാർട്ടിങ് കാരിയേഴ്സ്, അവരുടെ കാരിയേഴ്സ് തുടങ്ങുന്ന സമയമാണ്. ഏണിംഗ് ലെസ് ആണ്, കുറച്ചാണ് അവർ ഏൺ ചെയ്യുന്നത്. മേ ബോറോ ഓർ യൂസ് ഫാമിലി സപ്പോർട്ട്, അവർ ബോറോ ചെയ്യുക, അതായത് വായ്പ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട് തേടുകയോ ചെയ്യും. അതായത് കുടുംബത്തിൽ നിന്ന് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ സഹോദരങ്ങളുടെയൊക്കെ പൈസ മേടിക്കേണ്ടി വരും. അടുത്തത് കൺസംഷൻ ഈസ് മോർ ദാൻ ഇൻകം. ഓക്കെ, ഈ സമയത്ത് അവരുടെ ചിലവ് എന്ന് പറയുന്നത് അവരുടെ വരവിനെക്കാട്ടിലും ഇൻകത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ലൈഫിലെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മിഡിൽ ഏജ് ആണ്. അവിടെ ഈ മിഡിൽ ഏജിലാണ് പീക്ക് ഏണിംഗ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത് ഈ സമയത്താണ്. അതായത് ഇൻകം ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി, ഒരുപാട് ഇൻകം ഉണ്ടാകുന്ന സമയമാണ്. പീപ്പിൾ സേവ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം, ഈ സമയത്താണ് ആൾക്കാർ അവരുടെ വരുമാനത്തിന്റെ കുറച്ച് ഭാഗം സേവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സമയമാണിത്. എയിം ടു ബിൽഡ് വെൽത്ത് ആൻഡ് റിട്ടയർമെന്റ്, അതായത് ഇവർ എന്തിലേക്കാണ് എയിം ചെയ്യുന്നത്? ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അവർ റിട്ടയർമെന്റ് ഏജിലേക്ക് എയിം ചെയ്യുന്നു, അപ്പോഴത്തെ ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അടുത്തത് മൂന്നാമത്തത് റിട്ടയർമെന്റ് ഓർ ഓൾഡ് ഏജ് ആണ്. അതായത് ഇവിടെ നോ ഓർ ലിറ്റിൽ ഇൻകം, അവിടെ വരുമാനം ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജ് ആണ്. പീപ്പിൾ ഡിസേവ്, ഡിസേവ് എന്ന് വെച്ചാൽ അവരുടെ സേവിൽ നിന്ന് വിഡ്രോ ചെയ്ത് അവർ ചിലവഴിക്കുന്നു. സ്പെൻഡ് ഫ്രം സേവിങ് ഓർ പെൻഷൻ, അവരുടെ പെൻഷനിനോ അല്ലെന്നുണ്ടെങ്കിൽ സേവിങ്ങിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന സമയമാണ് ഇത്. കൺസംഷൻ എക്സീഡ്സ് ഇൻകം എഗെയിൻ, ഈ സമയത്തും ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് പോലെ തന്നെ അവരുടെ ചിലവ് ഏതിനെക്കാട്ടിലും കൂടും. അവരുടെ കയ്യിലുണ്ടാകുന്ന ആ ഒരു വരുമാനത്തെ, സേവ് ചെയ്ത് വെച്ചിരുന്ന വരുമാനത്തെക്കാട്ടിലും ഇൻകത്തെക്കാട്ടിലും കൂടുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡയഗ്രാം ഉണ്ട്. ഒറ്റ നോട്ടം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് വൈ ആക്സിൽ കൊടുത്തേക്കുന്ന വരുമാനം, ഇൻകം, എക്സ് ആക്സിൽ കൊടുത്തേക്കുന്ന ലൈഫ് ടൈം ആണ്. അതായത് ആ ഏജ് ആണ് കൊടുത്തേക്കുന്നത്. 20 വയസ്സ്, 40 വയസ്സ്, 65 വയസ്സൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, ഇതിൽ ആ മുകളിലേക്ക് പോയിരിക്കുന്ന ആ ഒരു അത് റാ പോലെ നിൽക്കുന്ന ആ കർവ് എന്ന് പറയുന്നത് ഇൻകം കർവ് ആണ്. അവരുടെ ഇൻകം കൂടുന്ന, അതായത് ഇൻകത്തിന്റെ ആ ഒരു പ്രോഗ്രസ് കാണിക്കുന്ന ഒരു കർവ് ആണ്. ഓക്കെ, അതിൽ എക്സ് ആക്സിന് പാരലായിട്ട് നിൽക്കുന്ന ഒരു കർവ് ഉണ്ട്, അത് കൺസംഷൻ കർവ് ആണ് കാണിക്കുന്നത്. അത് അവരുടെ ഉപഭോഗം. അതായത് ഞാൻ നേരത്തെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ആദ്യം സ്റ്റുഡന്റ് ലോണൊക്കെ എടുക്കുന്ന സമയമാണ്. ആ റാ പോലെ നിൽക്കുന്ന കർവ് തുടങ്ങുന്നത് നോക്കുക, സ്റ്റുഡന്റ് ലോണൊക്കെ എടുക്കുന്ന സമയം. ആ സമയത്ത് കൺസംഷൻ കർവ് മുകളിൽ നിൽക്കുന്നു, അല്ലെ? പിന്നീട് അത് 20 വയസ്സാകുമ്പോഴത്തേക്ക് ഇതിൽ ടച്ച് ചെയ്യുകയാണ്, കൺസംഷനിൽ ടച്ച് ചെയ്യുകയാണ്. അതായത് കൺസംഷനും അവരുടെ ഇൻകവും ഒരുപോലെ വരുന്നു. പിന്നെ അതിന് മുകളിലേക്ക് ഈ 20നും 65നും വയസ്സിനിടയിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന 40 വയസ്സിലാണ്. അതായത് ഈ വയസ്സിനിടയിലാണ് ആ കൺസംഷനെക്കാട്ടിലും മുകളിൽ ഏത് കർവ് വരുന്നത്? ഇൻകം കർവ് വരുന്നത്. ആ സമയത്ത് അവർക്ക് എന്തുണ്ടാകുന്നു? സേവിങ് ഉണ്ടാകുന്നു. ആ ഗ്യാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ആ സമയത്ത് അവർ സേവ് ചെയ്യുന്നു. പിന്നീട് തിരിച്ച് ആ റിട്ടയർമെന്റ് ഏജ് 65 വരുമ്പോഴത്തേക്ക് ആ ഒരു വരുമാനം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട്
താഴേക്ക് വരുന്ന ആ കർവ് താഴേക്ക്, അത് കൺസംഷനെക്കാട്ടും താഴേക്ക് വരികയാണ്. അതായത് അതിൻ്റെ അർത്ഥം കൺസംഷൻ ഏതിനെക്കാട്ടും കൂടുതലാണ്, ഇൻകത്തിനെക്കാട്ടും കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേജിലും, ആ സ്റ്റുഡൻറ് ലോൺ എടുക്കുന്ന സമയത്തും ഈ 65 വയസ്സ് കഴിഞ്ഞിട്ടും ആ ഒരു നമുക്ക് എന്ത് കാണാം, കൺസംഷൻ കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം ഈ 65 വയസ്സിന് ശേഷമാണ് ഡിസ്സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അവരുടെ സേവ് ചെയ്ത പണത്തിൽ നിന്ന് അവരെടുത്ത് ചിലവാക്കാൻ തുടങ്ങുന്നത് ഈ സമയത്താണ്. അതാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ തിയറിയുടെ അസംഷൻസ് നോക്കാം. മെയിൻ അസംഷൻസ് ഓഫ് ദ ഹൈപ്പോത്തസിസ്. അതായത് ഒന്നാമത്തത്, പീപ്പിൾ ആർ ഫോർവേഡ് ലുക്കിംഗ് ആൻഡ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ ആണ്. അതായത് റിട്ടയർ ആയതിനു ശേഷം ജീവിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളവരാണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാർക്കും അല്ലേ. അടുത്തത്, പീപ്പിൾ എയിം ഫോർ സ്റ്റേബിൾ കൺസംഷൻ. ആൾക്കാർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺസംഷനായിട്ടാണ് അവർ എയിം ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. നോട്ട് ഫ്ലക്ച്വേറ്റിംഗ് വിത്ത് ഇൻകം. അതായത് അവരുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ചിലവും കൂടണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു എക്സ്പെൻഡിച്ചർ കർവ് എക്സ് ആക്സിന് പാരലായിട്ട് ആ ഡയഗ്രത്തിൽ കാണിച്ചത്. ഓക്കെ, ലൈഫ് സ്പാൻ ആൻഡ് ഇൻകം ആർ റീസണബിളി പ്രഡിക്റ്റബിൾ. ഒരാളുടെ ലൈഫ് സ്പാനും എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതും അവരുടെ വരുമാനവും ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റബിൾ ആണ്, അത് പ്രവചിക്കാൻ പറ്റുന്നു എന്നാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. അടുത്തത്, അവസാനത്തത്, ആക്സസ് ടു ക്രെഡിറ്റ് മാർക്കറ്റ്സ്. അതായത് വായ്പ എടുക്കാൻ പറ്റുന്ന മാർക്കറ്റ്, ബാങ്ക് ലോണൊക്കെ എടുക്കാൻ പറ്റുന്നത്, ഈസ് അവൈലബിൾ ടു ബോറോ ഓർ സേവ്. ഇതൊക്കെ അവൈലബിൾ ആണ്, അവർക്ക് ബോറോ ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു ക്രെഡിറ്റ് മാർക്കറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്, ബാങ്ക് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ അസംഷൻസ് വലിയ കുഴപ്പമില്ലാത്ത അസംഷൻസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഇംപ്ലിക്കേഷൻസ് ഫോർ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ഈ തിയറി, ഹൈപ്പോത്തസിസ് എങ്ങനെ ഉൾപ്പെടുത്താം, അതിന്റെ പ്രയോജനങ്ങൾ അതൊക്കെയാണ് നോക്കാൻ പോണത്. അത് ആദ്യത്തേത്, എക്സ്പ്ലെയിൻസ് വൈ സേവിംഗ് റേറ്റ്സ് വേരി അക്രോസ് ഏജ് ഗ്രൂപ്പ്സ്. അതായത് ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് അവരുടെ സേവിംഗ് റേറ്റ് മാറുന്നത് എങ്ങനെയാണെന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് പോളിസി മേക്കേഴ്സ്. ആരെ സഹായിക്കുന്നു, പോളിസി മേക്കേഴ്സിനെ സഹായിക്കുന്നു. പോളിസി മേക്കേഴ്സ് എന്ന് വെച്ചാൽ ഗവൺമെന്റിലെ ഓരോ പോളിസികൾ എടുക്കുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ട്. അണ്ടർസ്റ്റാൻഡ് പെൻഷൻ ആൻഡ് റിട്ടയർമെന്റ് പ്ലാനിങ്. അപ്പോൾ അവർക്ക് പെൻഷന്, റിട്ടയർമെന്റ് പ്ലാനിങ് ഇതൊക്കെ മനസ്സിലാക്കാൻ, ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ സഹായിക്കുന്നു, പോളിസി മേക്കേഴ്സിനെ സഹായിക്കുന്നു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത്, ഷോസ് ദാറ്റ് ഇൻകം ചേഞ്ചസ് ഡു നോട്ട് ആൾവേസ് ലീഡ് ടു ഇമ്മീഡിയറ്റ് ചേഞ്ച് ഇൻ കൺസംഷൻ. അത് വരുമാനം കൂടുമ്പോഴത്തേക്കും ആൾക്കാർ അതുപോലെ തന്നെ ചിലവും കൂട്ടുന്നില്ല. ഓക്കെ, അതായത് ഇത് ഏതിനെ സപ്പോർട്ട് ചെയ്യാണ്, സപ്പോർട്ടിങ് ദ കോൺസെപ്റ്റ് ഓഫ് കൺസംഷൻ സ്മൂത്തിങ് എന്നുള്ള കോൺസെപ്റ്റിനെ, സ്മൂത്ത് ആയിട്ടുള്ള ഒരു കോൺസെപ്ഷൻ ആണ് ഇവർ നടത്തുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.